നബി ചരിത്രത്തിൻ്റെ ഓരത്ത് ചരിത്രാസ്വാദനം ഭാഗം 67 പാഠശാല. രചന ആരിഫ് സെയ്ൻ. ശബ്ദം നൽകുന്നത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. പാഠശാല. ലോകത്തിൽ വെച്ച് ഏറ്റവും അന്തസ്സുള്ള പാഠശാലയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. മോഹിപ്പിക്കുന്നതും മാതൃകാധന്യവുമായ ഗുരുശിഷ്യബന്ധം പ്രസാരണം ചെയ്ത വിദ്യാകേന്ദ്രം. അധ്വാനിച്ച് അന്നം തേടാനും ദാരിദ്ര്യം ഭയക്കാതെ ദാനം ചെയ്യാനുമുള്ള പാഠങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികൾ പകർന്നെടുത്തു. ആർത്തിയും സ്വാർത്ഥതയും ഒഴിവാക്കി സഹജീവിയുമായി വിഭവങ്ങൾ പങ്കുവയ്ക്കാൻ അവിടുന്ന് അവർ പഠിച്ചു. മനുഷ്യരോടും തിര്യക്കുകളോടും ദയാപരരായിരിക്കണമെന്ന് മഹാഗുരുവിൽ നിന്ന് ശിഷ്യന്മാർ പഠിച്ചെടുക്കുന്നു. പച്ചക്കരളുള്ള ജീവിയിൽ ഓരോന്നിലും തങ്ങൾക്കുള്ള പ്രതിഫലമിരിക്കുന്നുവെന്ന് അവരോട് അരുളിയത് ആ ഗുരുവായിരുന്നുവല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതം പ്രകാശം പരത്തുന്ന ദീപങ്ങളാക്കാനും പെരുമാറ്റം പരിമളം പരത്തുന്ന ഇതളുകളാക്കാനും അവർ പഠിച്ചെടുത്തത് അവിടെ നിന്നായിരുന്നു. യുദ്ധവേളയിൽ പോലും സ്ത്രീകളുടെയും കുട്ടികളുടെയും വൃദ്ധരുടെയും ജീവൻ പൊലിഞ്ഞു പോകാതിരിക്കാൻ കരുതലുണ്ടാകണം. പഥികന് തണലും വിശന്നവന് കനികളും നൽകുന്ന മരങ്ങൾ മുറിച്ചു മാറ്റരുത്. ജീവിതത്തിന്റെ വളവു തിരിവുകളിലെല്ലാം ആ പാഠശാല ചൂണ്ടുഫലകങ്ങൾ നാട്ടിയിട്ടുണ്ട്. ശിഷ്യന്മാർ അവ കൃത്യമായി പാലിക്കുന്നതാണ് അവിടെ ഗുരുദക്ഷിണ. സാധാരണക്കാരിൽ സാധാരണക്കാരനായി, ദരിദ്രരിൽ ദരിദ്രനായി, ഉദാരരിൽ ഉദാരനായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. സദാ ശുഷ്കമായ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തളിക കൂടെയുള്ളവരുമായി പങ്കുവച്ചു. ഒരാൾക്കുള്ള ഭക്ഷണം 2 ആൾക്ക് തികയും, 2 ആൾക്കുള്ളത് 4 ആൾക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് സമാജത്തിലെ പരമാവധി ജീവനുകൾ വിശന്നിരിക്കരുത് എന്ന സാമൂഹ്യ പാഠം അന്നത്തെയും പിന്നത്തെയും തലമുറകൾക്ക് പകർന്നു നൽകാനാണ്. നല്ലതെന്തും ഭക്ഷിക്കാമെന്നും പാനം ചെയ്യാമെന്നും അതോടൊപ്പം ധൂർത്തൊഴിവാക്കണമെന്നും അവരെ പഠിപ്പിച്ച അതേ പാഠശാല ചില അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്തു. വയറു നിറഞ്ഞ് ഒരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തീൻ തളിക വിട്ടുപോയില്ല. ആമാശയത്തിന്റെ 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും നീക്കി വെക്കുമ്പോൾ ഇനിയൊരു 1/3 വെറുതെ ഇടണം എന്ന് അദ്ദേഹം അനുയായികളെ പഠിപ്പിച്ചു. ആദാമിന്റെ സന്തതിക്ക് അയാളുടെ നടു നിവരാനുള്ളത് മതി എന്നൊരിക്കൽ അദ്ദേഹം പറഞ്ഞു. വീർത്ത കുടവയറും അമിതനിദ്രയും വെറുതെയിരിപ്പും നല്ല സമൂഹത്തിന്റെ ലക്ഷണമല്ലല്ലോ. ജഠരാലസ്യമുളവാക്കാവുന്ന മാത്രയിൽ ഭക്ഷിക്കുന്നത് സാമൂഹികമായ അക്രമമാണെന്ന് ശിഷ്യന്മാർ വായിച്ചെടുത്തു. വീട്ടിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ പരിരംഭണം ചെയ്തു നിൽക്കുന്ന അനുഗ്രഹ ഹസ്തത്തെക്കുറിച്ച് ഗുരു എടുത്തു പറയുമായിരുന്നു. വലതു കൈയിലെ ഏതാനും വിരലുകൾ മാത്രം ഉപയോഗിച്ച് തന്റെ മുമ്പിലുള്ളത് മാത്രമെടുത്ത് സാവധാനം ചവച്ചരച്ച് കഴിക്കുന്നത് ശീലമാക്കുകയും അനുചരന്മാരോട് അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തളികയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഏന്തി വലിഞ്ഞ് കഴിക്കുന്നതിനെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. സുഫക്കാരായ അനുചരന്മാരെ ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ആവതുള്ള അനുചരരോട് നിർദ്ദേശിച്ചു. വിരുന്നുകളിൽ വെച്ച് ഏറ്റവും ചീത്ത ദരിദ്രൻ ക്ഷണിക്കപ്പെടാത്ത വിരുന്നാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വിരുന്നുകാരനെ യൂട്ടി സ്വയം പട്ടിണി ഭരിച്ച ദിനങ്ങൾ എത്രയാണെന്നോ. വരിഞ്ഞു മുറുക്കിയ പട്ടിണിയുമായി സന്ധി ചെയ്യിക്കാൻ തന്റെ സംവേദനങ്ങളെ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുയായികളുടെ ജീവിതത്തിനുമേൽ അടിച്ചേൽപ്പിക്കാൻ തുനിഞ്ഞതുമില്ല. നിയമവിധേയമായ ചില തീൻ വസ്തുക്കൾ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ അനുയായികളോട് ആവോളം ഭക്ഷിക്കാനും പറഞ്ഞു. മദീനയിൽ സർവ്വസാധാരണമായ വലിയ ഉടുമ്പുകൾ മക്കയിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ട് പോലുമുണ്ടായിരുന്നില്ല. കഴിച്ചു പരിചയമില്ലാതിരുന്നതിനാൽ അദ്ദേഹം ഉടുമ്പിറച്ചി കഴിച്ചില്ല. അതേസമയം അനുയായികളെ അത് കഴിക്കാൻ അനുവദിക്കുകയും ചെയ്തു. സ്വകാര്യമായ തന്റെ ഭക്ഷണശീലങ്ങൾ അപരന് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചു. അൻസാരിയായ അനുചരന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച തീൻ വിഭവം വായോടടുപ്പിച്ചതും അതിലെ കനത്ത വെള്ളുള്ളി സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഉടനത് വായിൽ നിന്ന് പിൻവലിച്ചു. ഇതു കണ്ട അനുയായികളും അങ്ങനെ ചെയ്തു. എന്തുപറ്റി? അദ്ദേഹം ചോദിച്ചു. അങ്ങ് കഴിക്കുന്നില്ലല്ലോ. അവർ, അള്ളാഹുവിന്റെ നാമത്തിൽ അത് കഴിക്കുക. ഇന്നെനിക്ക് ഒരാളുമായി സംസാരിക്കാനുണ്ട്. നിങ്ങൾ അയാളുമായി സംസാരിക്കുന്നില്ലല്ലോ, അദ്ദേഹം പറഞ്ഞു. മറ്റൊരാളുമായി സംസാരിക്കുന്ന സമയത്ത് തന്റെ വായിൽ നിന്ന് അനുവാചകനെ ബുദ്ധിമുട്ടിക്കുന്ന ഗന്ധം വമിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു.
അമിതമായി ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും വാടയുള്ള ഭക്ഷണം കഴിച്ച് പൊതുയിടങ്ങളിൽ ചെല്ലുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയതും സാമൂഹ്യമായ ഈ മര്യാദയോർത്താണ്. അധ്വാനത്തിന്റെ വിലയും മഹത്വവും ഊന്നിപ്പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിച്ചേ കഴിക്കാവൂ എന്ന് നിഷ്കർഷിച്ചു. യാചിച്ചു വന്ന അരോഗദൃഢശരീരിയായ ഒരാൾക്ക് സ്വന്തം കൈകൊണ്ട് താഴെയുറപ്പിച്ച് മഴു നീട്ടിക്കൊടുത്തതിനു ശേഷം കുന്നുകളിൽ പോയി വിറക് വെട്ടി ജീവിക്കാൻ നിർദ്ദേശിച്ച് പറഞ്ഞയച്ചു. യാചന അത്യന്തം നീചവൃത്തിയാണെന്ന നിലയിൽ നിരുത്സാഹപ്പെടുത്തി. കൈനുക്കായിനെതിരെയുള്ള നടപടിക്ക് ശേഷം മദീനയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമത നീക്കങ്ങൾ അസാധ്യമാണെന്ന് ചുറ്റുമുള്ള ഗോത്രങ്ങൾക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ബദറിൽ നിന്ന് മാനം കെട്ട് തിരിച്ചുപോയ ഖുറൈശ് അടങ്ങിയിരിക്കാനിടയില്ലെന്ന് മുസ്ലിങ്ങളെപ്പോലെ ഈ ഗോത്രമുഖ്യന്മാരും കണക്കുകൂട്ടിയിരുന്നു. ബദറിലെ വിജയത്തിനു ശേഷം കൈനുക്കായിനെതിരെയുള്ള നടപടി കൂടി വന്നതോടെ മുസ്ലിങ്ങൾ കൂടുതൽ ശക്തരായി കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ അവർക്കും ഖുറൈശിനുമിടയിലുള്ള മാത്സര്യങ്ങൾ മദീനയെയും പരിസരങ്ങളെയും നിത്യസംഘർഷ മേഖലയാക്കി മാറ്റില്ലേ എന്നവർ ആശങ്കപ്പെട്ടു. എന്നാൽ തൽക്കാലം മദീന ശാന്തമാണ്. ജീവിതം സാധാരണഗതിയിലാണ്. വാണിജ്യ കാർഷിക രംഗങ്ങൾ സജീവമാണ്. ഈ ശാന്തത തുടരുകയും ചെയ്യും. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഖുറൈശികളുടെ അനിഷേധ്യ നേതാവായി മാറിയ അബൂ സുഫിയാൻ ഇരു കൂട്ടർക്കുമിടയിൽ സമാധാനം തുടരുക എന്നാൽ മക്കക്കാരുടെ ശക്തിക്ഷയം സ്വയം പ്രഖ്യാപിക്കുന്നതിന് സമാനമാണ്. ആപാതചൂടം മാനക്ഷതിയിൽ നിൽക്കുന്ന അബ്ദുഷംസിന്റെ മുഖ്യന് തന്റെ പ്രഭാവം പ്രകടമാക്കാനായി ചെറുതെങ്കിലും ഒരവസരം ആവശ്യമായി വന്നിരിക്കുന്നു. മുഹമ്മദിനോടൊരു യുദ്ധം നടത്താതെ താൻ പത്നി വീഴ്ച നടത്തുകയില്ലെന്ന് ബദറിനു ശേഷം അബൂ സുഫിയാൻ ശപഥമെടുത്തത് മക്കയിൽ ഇപ്പോൾ ഒരു രഹസ്യമല്ല. 200 അനുയായികളുമായി മദീനയെ ലക്ഷ്യമാക്കി അബൂ സുഫിയാൻ പുറപ്പെട്ടു. പരസ്യമായി നഗരത്തെ ആക്രമിക്കാൻ പക്ഷെ അയാൾ ധൈര്യപ്പെട്ടില്ല. രാവിന്റെ ഇരുണ്ട തുരങ്കത്തിലൂടെ പതുങ്ങിച്ചെന്ന് പട്ടണത്തിനടുത്തുള്ള ഉറൈദിൽ മിന്നലാക്രമണം നടത്തി. തലേ രാത്രിയിൽ മക്കയിൽ നിന്ന് അബൂ സുഫിയാനും സംഘവും വന്ന് മദീനയുടെ പ്രാന്തത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടെന്ന വിവരം പട്ടണവാസികളെ അറിയിക്കാനായിരിക്കണം അവിടെയുള്ള ഒരു തോട്ടം അവർ ചുട്ടു ചാമ്പലാക്കി. പരിസരത്ത് കണ്ട ഒരു അൻസാരിയെയും അയാളുടെ കൂട്ടുകൃഷിക്കാരനെയും വധിച്ച് ധടുതിയിൽ കടന്നുകളഞ്ഞു. ഇതോടെ തന്റെ ശപഥം പാലിച്ചതായി അയാൾ കരുതി. മുസ്ലിങ്ങൾ തന്റെ സംഘത്തെ പിന്തുടർന്നു വരുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അതുതന്നെ സംഭവിച്ചു. എന്നാൽ ഗതിവേഗം വർദ്ധിപ്പിച്ചതിനാൽ ഖുറൈശി സംഘത്തെ പിടികൂടാൻ മുസ്ലിങ്ങൾക്കായില്ല. ഓട്ടത്തിന് വേഗം കൂട്ടാനായി പാഥേയമായി കൂടെ കരുതിയിരുന്ന ഗോതമ്പ് പൊടിയുടെ സഞ്ചികൾ ഒന്നൊഴിയാതെ അവർ വഴിയിൽ തള്ളിക്കൊണ്ടിരുന്നു. അവയെല്ലാം ശേഖരിച്ച് മുസ്ലിങ്ങൾ തിരിച്ചു പോന്നു. ഗോതമ്പുമാവ് എന്നർത്ഥം വരുന്ന സവീക്ക് എന്ന പേരിൽ പിന്നീട് ഈ സംഭവം ചരിത്രം ഓർത്തുവെക്കുകയും ചെയ്തു. ബദറിന്റെ തുടർഫലങ്ങൾ ദൂരവ്യാപകമായിരുന്നു. ജുഹൈന അടക്കമുള്ള ചെങ്കടൽ തീരത്തെ ഗോത്രങ്ങൾ ഇപ്പോൾ മദീനയുടെ ശക്തരായ സഖ്യകക്ഷികളാണ്. മക്കയിൽ നിന്നുള്ള സാർത്ഥവാഹക സംഘങ്ങളുടെ സിറിയയിലേക്കുള്ള യാത്ര ഈ സഖ്യം തടസ്സപ്പെടുത്തി. അതാകട്ടെ പുതിയ ചില സാധ്യതകൾ ആരായുന്നത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഉത്തരദിക്കിലേക്ക് പോകുന്ന കിഴക്കും പടിഞ്ഞാറുമുള്ള മുഴുവൻ വഴികളും ഇതുപോലെ തടസ്സപ്പെടുത്താനും ഖുറൈശികളെ ഖുറൈശികളായി നിലനിർത്തുന്ന അവരുടെ സാമ്പത്തിക നാഠി തളർത്താനും കഴിയില്ലേ? പതിയിരിക്കുന്ന ഈ അപകടം ഖുറൈശ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അവരും സഖ്യകക്ഷികളെ തേടി. വാണിജ്യ സംഘങ്ങൾ വടക്കുകിഴക്കൻ സഞ്ചാരപാതയിലൂടെ പേർഷ്യൻ ഉൾക്കടലിന്റെ അത്യുത്തര ഭാഗത്തും അവിടുന്ന് ഇറാഖിലും ചെന്നുചേരുന്ന പാത തെരഞ്ഞെടുക്കുകയാണെങ്കിൽ തങ്ങൾക്ക് കടന്നു പോകേണ്ട വഴിയിൽ വാസമുറപ്പിച്ചിട്ടുള്ള സുലൈം, ഗത്ഫാൻ ഗോത്രങ്ങളുമായുള്ള തങ്ങളുടെ സഖ്യം പുഷ്ടിപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് മക്കക്കാർ കണക്കുകൂട്ടി. അങ്ങനെയാണ് ഇരു ഗോത്രങ്ങളുമായി ഖുറൈശ് സഖ്യമുറപ്പിക്കുന്നത്. ഹിജാസിന് കിഴക്ക് നജ്ദിന്റെ പ്രവിശാലമായ സമതലത്തിലാണ് ഈ ഗോത്രങ്ങൾ വാസമുറപ്പിച്ചിട്ടുള്ളത്. ഈ വഴി മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന വണിക് സംഘങ്ങളുടെ 7ാമത്തെ വിശ്രമ കേന്ദ്രം ബനു സുലൈം വാസമുറപ്പിച്ച ഫലഭൂയിഷ്ടമായ പ്രദേശമാണ്. കാവൽ ദുർബലമായ അതിരുകളിലൂടെ എതിരിബിലേക്ക് കടന്നുകയറി കൊള്ളയടിക്കാനുള്ള ഒരവസരവും പാഴാക്കി വിടരുതെന്ന് ഖുറൈശ് ബനു സുലൈമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വരുന്ന പക്ഷത്തിൽ മദീന മരുപ്പച്ചയുടെ കിഴക്കൻ അതിരുകളിൽ നടക്കാനിരിക്കുന്ന 3 ആക്രമണങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. 2 സുലൈം വകയും 1 ഗത്ഫാൻ വകയുമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറി ആ നീക്കത്തിന് തടയിടാൻ തീരുമാനിച്ചു. പദ്ധതിയിലിരിക്കുന്ന ആക്രമണത്തിന് കോപ്പൊരുക്കാൻ ഈ ഗോത്രങ്ങൾക്ക് സാവകാശം ലഭിക്കരുത്. എന്നാൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സംഘത്തിന്റെയും നീക്കത്തെക്കുറിച്ച് ഗോത്രങ്ങൾക്ക് മുൻകൂട്ടി വിവരം ലഭിക്കുകയും അവർ തമ്പടിച്ച ഭാഗത്തെത്തുന്നതിനു മുമ്പ് സ്വന്തം ഉള്ളംകൈ പോലെ സുപരിചിതമായ ഊടുവഴികളിലൂടെ നൂണ്ട് കടന്ന് അവർ സൈകത വിജനതയിലേക്ക് അപ്രത്യക്ഷരാവുകയും ചെയ്തു. എന്നാൽ കൂട്ടത്തിലൊരു ദൗത്യം വലിയ വിജയത്തിൽ കലാശിച്ചു. ഗത്ഫാനിലെ സാലബ, മുഹാരിബ് ഗോത്രങ്ങൾക്കെതിരെയുള്ളതായിരുന്നു അത്. ഇസ്ലാം സ്വീകരിച്ചിരുന്ന സാലബ് ഗോത്രജന്റെ സഹായത്തോടെ ബദവികളെ അവർ വാസമുറപ്പിച്ചിരിക്കുന്ന നജിദിന് വടക്കുള്ള കുന്നുകളിൽ പതുങ്ങിയിരിക്കുന്ന സുഭദ്രമായ വാസസ്ഥലങ്ങൾ വരെ ഇത്തവണ പിന്തുടർന്നു ചെന്നു. സമതലത്തിൽ നിന്ന് നേരെ മുഹാരിബുകളുടെ പ്രദേശത്തെത്തി. പൊടുന്നനെ പെയ്ത മഴയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സേനാംഗങ്ങൾ നനഞ്ഞു. മഴ ശമിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘാംഗങ്ങളിൽ നിന്ന് അല്പം മാറിച്ചെന്ന് തന്റെ നനഞ്ഞ വസ്ത്രങ്ങളിൽ ഒന്ന് തൊട്ടടുത്ത മരത്തിൽ ആറാനിട്ട് ഒറ്റമുണ്ടെടുത്ത് മരത്തണൽ കാഞ്ഞു കിടന്നു. പതുക്കെ ഉറക്കം കണ്ണുകളെ തഴുകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരരുടെയും നീക്കങ്ങളെ അവരറിയാതെ സാഗൂതം ശ്രദ്ധിച്ച് ഏതാനും ജോഡി കണ്ണുകൾ പരിസരത്തുണ്ടായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നപ്പോൾ തന്റെ ശരീരത്തിനും കാറൊഴിഞ്ഞ നീലവാനിനുമിടയിൽ കരവാൾ ഉയർത്തിപ്പിടിച്ച് ഒരാൾ നിൽക്കുന്നു. മുഹാറിബ് മൂപ്പൻ ദുഅസൂർ അല്ലാതെ മറ്റാരുമായിരുന്നില്ല അത്. യസ്രിബ് അതിർത്തിയിലേക്ക് കടന്നുകയറി ആക്രമണം അഴിച്ചുവിടുന്നതിനുള്ള പദ്ധതി അയാളുടെ മനസ്സന്തതിയായിരുന്നു. മുഹമ്മദ്! ബദവിയുടെ സഹജമായ ഉച്ചസ്ഥായിയിൽ അയാൾ വിളിച്ചു. ഈ വാളിൽ നിന്ന് ഇപ്പോൾ നിങ്ങളെ ആരുണ്ട് കാക്കാൻ? അല്ലാഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അശേഷം അമാന്തിക്കാതെ അക്ഷോഭ്യനായി മറുപടി പറഞ്ഞു. അന്നേരം ശുഭ്രവസ്ത്രത്തിൽ ജിബ്രായിൽ ആഗതനായി ഇരുവർക്കുമിടയിൽ തടസ്സം നിന്ന് ബദവിയെ പിന്നോട്ട് തള്ളി. ഖഡ്ഗം അയാളുടെ കയ്യിൽ നിന്ന് പിടിയയഞ്ഞ് താഴെ വീണു. ഇപ്പോഴത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലാണുള്ളത്. അപ്പോഴേക്കും അവിടം വിട്ടുപോയ ജിബ്രായിലിനെ ദുഅസൂർ കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളെ ഇപ്പോൾ എന്നിൽ നിന്ന് രക്ഷിക്കാൻ ആരുണ്ട്? ആരുമില്ല, ദുഅസൂർ പറഞ്ഞു. അല്ലാഹു വല്ലാതെ ആരാധനാമൂർത്തിയായി ആരുമില്ലെന്ന് ഞാനിതാ സാക്ഷിമൊഴി നൽകുന്നു. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതേ ശ്വാസത്തിൽ അയാൾ പൂർത്തിയാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദവിയുടെ കരവാൾ തിരിച്ചു നൽകി. അത് അയാളുടെ ഹൃദയത്തെ കൂടുതൽ ആഴങ്ങളിൽ സ്പർശിച്ചു. പിന്നീട് അവർ ബാക്കി വിശ്വാസികൾ വിശ്രമിക്കുകയായിരുന്ന തമ്പുകളിലെത്തി. ഇസ്ലാമിന്റെ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചെടുത്ത ദുഅസൂർ തുടർന്ന് തന്റെ ജനത്തിനിടയിൽ തിരിച്ചു ചെന്ന് അവർക്കിടയിൽ വിശ്വാസ പ്രഘോഷണം നടത്തുകയുണ്ടായി. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതുവരെ കേട്ടത് നബി ചരിത്രത്തിന്റെ ഓരത്ത് ചരിത്രാസ്വാദനം ഭാഗം 67 പാഠശാല. രചന ആരിഫ് സെയ്ൻ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഇൻഷാ അല്ലാഹ് തുടരും.